താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന്. ഒന്ന് സ്നേഹം, അതുപോലെ തന്നെ ശക്തിയും സ്നേഹവും ഒരുമിച്ചാണ് പോണത്. കാര്യം സ്നേഹത്തിൻ്റെ ഇഫക്റ്റായിട്ടാണ് ശക്തി രൂപപ്പെട്ട് വരണത്. നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് കൊണ്ട് ശക്തി അപ്ലോഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കും. ദൈവത്തോടുള്ള സ്നേഹമില്ലേ, സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം മുതലായ ആത്മാവിൻ്റെ ഫലങ്ങൾ അടിസ്ഥാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശക്തി ധരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കാൻ വേണ്ടി വിറഞ്ഞുതുള്ളി ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു വിഭാഗം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുവഴി വരുന്ന ശക്തി എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന വഴി വരുന്ന ശക്തിയല്ല. അത് സിംഗിൾ ഫേസും 3 ഫേസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ അത് അധിഷ്ഠിതമാണത്. പക്ഷേ അത് സിംഗിൾ ഫേസാണ്. നമ്മുടെ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് 3 ഫേസ് പവർ വേണം. അതിനെന്താ ചെയ്യണത്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ജോസഫച്ചൻ പറഞ്ഞ് രോഗികളെ കാണാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് കൃപാസനത്തിന് പറഞ്ഞ് 10 കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാം, ഞാൻ കൊച്ചി പോയതും പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? ഇതാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കണ്ടൻറ്റ് വൈസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനമാണോ എന്നെ ഉടമ്പടി പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ, അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസ്നേഹത്തിലാണ്, മാംസളമായ ഹൃദയത്തിലാണ്. നിൻ്റെ കർത്താവിൻ്റെ ഉടമ്പടി എസെക്കിയേൽ അനുസരിച്ചും ജെറമിയ അനുസരിച്ചും നിന്റെ ഹൃദയാന്തര ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. നീ തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ആളായ്മയായി മാറിയിരിക്കുന്നു. ശ്രുതികട്ടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഉറക്കെ പാടാം. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ ജെറമിയായിൽ എഴുതിയിരിക്കുന്ന പോലെ 31-33 എഴുതിയിരിക്കുന്ന പോലെ ദൈവം ഉടമ്പടി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പെട്ടെന്നറിയാൻ പറ്റും. നമ്മൾ ഉടമ്പടി ഇവിടെ എടുത്തതേ ഉള്ളൂ, അതോ ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടി എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ
ചെറിയ 31 പോലെ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ എങ്ങനെ പറ്റും? അതായത് നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം തോന്നാം, ആനന്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉള്ളിലെ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുമ്പോൾ സംതൃപ്തി തോന്നും. കർത്താവിന് വേണ്ടി ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞില്ലേ, അവർ വയനാടുകാരത്തിയാണ്. അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എല്ലാ സ്ഥലങ്ങളിലും അത്ര വലിയ വരുമാനമുള്ള കക്ഷിയൊന്നുമല്ല, ഉള്ള ഭർത്താവിനോട് പറഞ്ഞവർ ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോയി പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ അവർക്ക് നമുക്ക് പലർക്കും നമ്മുടെ അയൽവാസികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ലേ, വാദപ്പനിയും പിടിച്ചകത്തിരിക്കുകയാണ്. എങ്ങനെ കൊടുക്കും, ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും, ആ മേടിക്കുക, അവരെന്ത് പറയും, ഇങ്ങനെ കുറേ അലവലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ ശാപത്തിന് വേണ്ടി കുറേ എണ്ണം എടുത്തിട്ടുണ്ട് ഉടമ്പടി. ഇങ്ങനെ വിട്ടിരിക്കേണ്ടേ, ഇങ്ങനെ പറത്തുള്ളി ആരെടുക്കും വല്ലതും പറയാമല്ലോ നമ്മളോട്, കൊടുത്താൽ അവർ മേടിക്കുക. ഇങ്ങനെ സാക്ഷ്യപ്പെടുകയൊക്കെ അവർ ഈ ആൾക്കാർ വന്നിട്ട് അവസാനം അതായത് അവർക്ക് സന്തോഷമില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. പരീക്ഷണത്തിന് വേണ്ടി ചൂണ്ടയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് പിശാച്. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നോക്കുമ്പോൾ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ അണ്ണാക്കിൽ ഉച്ചരായിരിക്കണം. ദാറ്റ് ഈസ് റോങ്. എൻ്റെ ദൈവവേദന നിന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവസഹം നിറയാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല നിനക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് നീ ഒരു മുഴക്കോട് എടുത്തുകൊണ്ട് ദൈവത്തെ അളക്കാൻ വന്നാലേ, കർത്താവ് എന്താ പറഞ്ഞത്, നിങ്ങൾ അളക്കുന്ന അളവ് പോലും കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. എന്തിനാണ് ദൈവത്തെ കൊണ്ട് അളപ്പിക്കണത്? നിങ്ങൾ താങ്ങുമോ? അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. മര്യാദയ്ക്ക് ദൈവസംഘം നടക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും കടുത്ത ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. എസെക്കിയേൽ പറയുന്ന പോലെ പുതു ചൈതന്യം നൽകണമേ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമായി ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ഉടമ്പടി വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പുതിയ ചൈതന്യം, പുതിയ സന്തോഷം,
പുതിയ സംതൃപ്തി, പല അർത്ഥങ്ങളുണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ 14 ജില്ലകളിലും പോയി ലൈൻ ബസ്സിനാണേ. ആലപ്പുഴ വന്നിട്ട് കൊല്ലത്തേക്ക് പോകും, കൊല്ലത്ത് അവിടെ പത്രം കൊടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കൃപാസന അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. ഇങ്ങനെ അവർ 14 ജില്ലകളിലും പത്രം കൊണ്ട് പോകും. എന്നിട്ട് ആർമാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് ഇവിടെ വന്നിട്ട് അത് ആ അനുഭവം പറയണത്. അല്ല, എൻ്റെ കയ്യിൽ നിന്ന് 1500 പത്രത്തിന് കാശ് പോയില്ല എന്ന് പറഞ്ഞ് മോന്തം കയറ്റി ചത്തോടെ വീട്ടിൽ മരിച്ചോണ്ടിരിക്കണവർ ഇരിക്കുകയല്ല. അതാണ് വിഷയം. ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നതോറും ആനന്ദം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് ബൈബിൾ പറയണത് ഉടമ്പടി പ്രകാരമുള്ള പുതു ചൈതന്യം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ എടുത്ത 2 വചനങ്ങളിൽ ചൈതന്യമുണ്ട്. നമ്മളെടുത്ത വചനം ഏതാണ്? ആദ്യത്തെ ഏതാണ്? എസെക്കിയേൽ 36 അല്ലേ? എസെക്കിയേൽ 36:27. എസെക്കിയേൽ 36:27 എന്താ പറയണത്? എൻ്റെ ആത്മാവ്, അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞ ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി പകരം മാംസഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പന കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധയുള്ളവരായിരിക്കും. ഉടമ്പടിയുടെ കൂടെ ഈ പുതു ചൈതന്യം വരുന്നുണ്ട്. ഒരു ഉടമ്പടി എടുത്ത് സത്യസന്ധ വ്യക്തിയാണ് ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ പുതു ചൈതന്യം, സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ആതുര സേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പുതു ചൈതന്യം വരും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഉടമ്പടി 14:15 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. 14:15 എന്താ പറയണമെന്ന് നോക്കിയേ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഉടമ്പടിയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതിൻ്റെ കൂടെ ചൈതന്യം പറയുന്നുണ്ട്. വായിച്ചോളൂ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിന് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ലോക അരൂപിക ഉള്ളവർക്ക്, എന്നുവെച്ചാൽ അവരുടെ വിഷയങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ വീട് വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ആരെ ഉദ്ദേശിക്കണം? ദൈവത്തെ ഉദ്ദേശിക്കണം. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നെപ്പോലെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും. കർത്താവിൻ്റെ വചനങ്ങളിൽ അനുസരിച്ചുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തോടെ ഞാൻ സമൂഹത്തിൽ സുവിശേഷത്തിൻ്റെ കാരുണ്യപ്രവർത്തന സാക്ഷിയായി മാറും എന്നെടുത്ത സത്യസന്ധമായ ഉടമ്പടി ചെയ്തവർക്ക് എന്ത് പറ്റും? ഞാൻ അവർക്ക് എൻ്റെ ആത്മാവിനെ നൽകും. എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവനെ വസിക്കാൻ വേണ്ടി മറ്റൊരാത്മാവിനെ നൽകുകയും ചെയ്യും. ഈ ആത്മാവിന് നൽകപ്പെടുന്നവരാണ് ആരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത്. ചിലപ്പോൾ അത് മാതാവായിട്ട് അവർക്ക് ഫീൽ ചെയ്യും, ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ നിരാശയാണോ? നിരാശയാണെങ്കിൽ നിങ്ങൾ പോയി വല്ല ഹോൾസെയിൽ കട, എന്തെങ്കിലും ഇപ്പോൾ തട്ടുകടയൊക്കെ തുടങ്ങുകയാണ് നല്ലത്. എന്താ സംഭവം? നിങ്ങൾക്ക് മരമറിയാതെ കൊടിയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മരമറിയാതെ കൊടിയിടുമെന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വിഷയബന്ധിയായിപ്പോയി, വ്യക്തിബന്ധിയല്ല. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല, നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ട് ദൈവത്തെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം. അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് എന്താ പറയണത്, ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോണത്. എനിക്ക് ഇനിയും പറയാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞു പോണത്. എന്ത് സന്തോഷത്തോടെ അവരിറങ്ങിപ്പോണത്. അടുത്ത സാക്ഷ്യം കൊണ്ട് വരാൻ വേണ്ടി, അടുത്ത ദൈവാനുഭവം. സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവാനുഭവമാണ്. സാക്ഷ്യം എന്ന് പറയണത് ദൈവാനുഭവമാണ്. അടുത്ത ദൈവാനുഭവം കൊണ്ട് വരുമെന്ന് അവർക്ക് ഉറപ്പാണ്. എന്താ? ദൈവത്തെ അവർ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇനിയും ദൈവം അടുത്ത അടയാളം എനിക്ക് തരുമായിരിക്കും. തന്നാ കൊള്ളാം. ആർക്ക്? ദൈവത്തിന്. പോരെ? ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇനിയും ചിലപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ആർക്ക് കൊള്ളാം? ദൈവത്തിന് കൊള്ളാമെന്ന്.
എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ വാദപ്പരിക്കാരൊക്കെ ഇപ്പോൾ ഒന്ന് പടന്ന് എഴുന്നേക്കണം. എന്തിനെക്കുറിച്ച് ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളിൽ എന്തോ ഒരു ദൈവികമായ കണം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാര്യത്തെ കർത്താവിൻ്റെ അടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ജന്മപുണ്യം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് വെച്ചാൽ ദൈവം നിങ്ങളോട് കൊണ്ടുവന്നിരിക്കണത്. അത് മനസ്സിലാക്കിയിട്ട് അതിൽ വളരാൻ നോക്കണം. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയല്ല ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ അളക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി എടുത്ത് വീണ്ടും നിങ്ങൾ ഡീപ്രമോട്ടായി പോകും. നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ ചുരുക്കും. നമ്മുടെ വിഷയത്തിന് ചുരുക്കാനുള്ള ആളല്ലല്ലോ നമ്മളെയോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുക, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക, അതിനാവശ്യമായ ദൈവസ്നേഹം ആർജിക്കുക. ദൈവസ്നേഹം ആർജിക്കണതും ശരിക്കും ദൈവസ്നേഹം ആർജിക്കണതും ഇപ്പം ദൈവസ്നേഹം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു പാരമ്പര്യമോ പരിശീലനമോ ഇല്ലാത്ത ആളാണെന്ന് വിചാരിച്ചോ? പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാറ് ഉന്തി സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥ വന്നു. പുതിയ കാറാണേ, അധികം കാലമൊന്നും ആയില്ല, ആരും ഡ്രൈവ് ചെയ്യാറില്ല, ഞാനാണ് എവിടെയെങ്കിലും പോണത്. പക്ഷേ കാറ് നിന്ന് പോയി. ഡ്രൈവർ പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ടൊക്കെ എടുത്തിട്ടാണെന്ന് അതൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ കാറിൻ്റെ അകത്ത് താക്കോട്ട് തിരിച്ചിട്ട് അവസാനം ഒരുത്തം വന്ന് ബൈനറ്റ് പൊക്കി അതിൻ്റെ അലൈൻമെൻറ്റ് വരെ പോയി. അപ്പോൾ ഞാൻ പിന്നെ അകത്തിരുന്നൊരു വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി, വേറെ ഒരു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവരോട് ബാറ്ററി കേടാണ്, ബാറ്ററി ഡൗൺ ആണ്. അപ്പോൾ വേറൊരു ബാറ്ററി കൊണ്ടുവന്ന് ഈ ബാറ്ററിയുടെ കൂടെ ഇട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി പോയി. എന്നിട്ട് ആ കൊണ്ടുവന്ന ബാറ്ററി മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിയപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജായി. ഈ കാരുണ്യ പ്രവർത്തികളിൽ വരുന്ന പ്രോസസ്സിങ് ഇതാണ്. നിങ്ങൾക്കിപ്പോൾ സീറോ കൃപയാണെന്ന് വിചാരിച്ചു, സീറോ പവറാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇന്ന് വരെ ഈ ജന്മ അർത്ഥത്തേക്ക് ഉപ്പതാക്കാത്ത ഒരു കക്ഷിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് കാരുണ്യം അറിയാൻ പാടില്ല, പ്രവൃത്തി അറിയാൻ പാടില്ല, ദൈവത്തിന് അറിയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഉടമ്പടി എടുത്തുപോയി. അപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കേടാണ്, ഡൗൺ ആണ്, സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ കാരുണ്യ പ്രവൃത്തി കണ്ണും പൂട്ടി ചെയ്യുക, ദൈവസ്നേഹത്തിന് വേണ്ടി കാഴ്ചവെക്കുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ആ പവർ കൊണ്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടത് നമ്മുടെ ബാറ്ററി തന്നെ റീചാർജ് ആയി കഴിയും. അത് ഞങ്ങൾ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ തന്നെ സ്വയമായിട്ടത് ആർജിച്ചെടുത്തോളൂ. പ്രതി മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ വേറെ ഒരു ബാറ്ററി കൊണ്ട് ഒരു സ്റ്റാർട്ടർ കൊടുത്താൽ മതി. ബാക്കി നമ്മുടെ ബാറ്ററി തന്നെ വർക്ക് ചെയ്തിട്ട് ഇവിടം വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും വിഷയമെന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തി തന്നെ ഇതിൻ്റെ വിഷയം. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ എന്തുമാകാം, മനുഷ്യ നന്മ ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും. അതായത് ജാതിയും മതവും മനുഷ്യനെ ശത്രുവും മിത്രവും ഒന്നും നോക്കാതെ മനുഷ്യന് നന്മയുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും. മനുഷ്യന് നന്മയെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഈ കാലങ്ങളിലൊക്കെ. എന്താ വെച്ചാൽ ഇപ്പം മൃഗങ്ങൾക്ക് നന്മയുണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. ഇപ്പം ചിലരെ കണ്ടിട്ടില്ല, ഇപ്പം ചില വീഡിയോ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? ചിലപ്പോൾ ഒരു ആട് അല്ലെങ്കിൽ ഒരു പന്നിയൊക്കെ ചിലപ്പോൾ ചെളി പൂണ്ട് മരിക്കാൻ പോകണമെങ്കിൽ സായപ്പൻ നാട്ടിലാണെങ്കിൽ അവരതിനെ പൊക്കിയെടുക്കും എങ്ങനെയെങ്കിലും വണ്ടി നിർത്തിയിട്ട്. നമ്മളാണെങ്കിൽ അവിടെ കിടന്ന് ചാകട്ടെന്ന് പറയും. ഈ വ്യത്യാസമുണ്ട് ശരിക്കും. നമുക്കത് ഈ ആൾക്കാരെ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കണതിൽ കുറച്ച് കുറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ. കുറച്ച് അങ്ങനെ അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കത്തില്ല. പക്ഷേ ഇവിടെ ഇക്കോസിസ്റ്റത്തിൽ ഈ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ എല്ലാത്തിനോടും കടപ്പാടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണി ഒരു കുരുവിയെ ആരാണ്ട് കുഞ്ഞുങ്ങളെ കുരുവിയുടെ കാലെ കെട്ടിയിട്ട് തൂല് കെട്ടിയിട്ട് പറപ്പിച്ച് ആ കുരുവി പോയി ഒരു ചെടിയെ കുരുങ്ങിയിട്ട് അവസാനം അതിന്മേ തൂങ്ങിക്കിടന്ന്. അപ്പോൾ ഫ്രാൻസിസ് സേവർ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ കുരുവിയുടെ കുരുക്കഴിച്ചിട്ട് പറത്തി വിട്ട്. സുവിശേഷ പ്രവർത്തനമാണത്. ഇപ്പം മനുഷ്യന് തന്നെയല്ല നന്മ. ഈ ഭൂമി കുടുംബത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെട്ട് വന്നാൽ നിങ്ങൾ പക്ക ഉടമ്പടിയിലായി. ഇപ്പം നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ലേ എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ബന്ധുക്കളെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഗുണം വരാൻ സാധ്യതയുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ മനുഷ്യനായി, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉടമ്പടി ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യാറില്ല, ദൈവ പൈതൃകമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉടമ്പടിയുടെ കപ്പാസിറ്റിയിൽ നമ്മൾ ദൈവ പൈതലാകണം. അപ്പം നമ്മുടെ ബന്ധുക്കൾ അപ്പുറത്ത്, സ്വന്തപ്പെട്ട അപ്പുറത്ത്, നമുക്ക് സഹായം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ അപ്പുറത്ത്
ഒരു പ്രയോജനമില്ലാത്തവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ അവർക്ക് വേണ്ടി സമയമോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സഹായമോ ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവ പൈതലായിട്ട് മാറി. ഞങ്ങളെ സെമിനാരിൽ നിന്ന് തെറ്റ് പഠിപ്പിച്ച് ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡീക്കന്മാരുടെയൊക്കെ ഭയങ്കര അവസാനത്തെ കൊലക്കാരാണ് ഡീക്കന്മാരുടെ ഭയങ്കര വിരുന്നും ഭയങ്കര അവസാനത്തെ ഫെയർവെൽ സ്പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അച്ഛൻ വന്ന് അവസാനം നമ്മളെ യാത്രയാക്കും. സെമിനാരി 7 കൊല്ലത്തെ പഠനവും കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുമ്പോൾ അവർ നമുക്കൊരു സന്ദേശം തരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ നല്ല ചൈതന്യമുള്ള അച്ഛനായിരിക്കും വന്ന് പറയണത്. ഞാൻ എന്നെ ഡീക്കനാക്കി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഇന്ന് ഓർത്തിരിപ്പുണ്ട്, നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ഒരു മനുഷ്യനാവുക, അതിനുശേഷം നിങ്ങളൊരു പുരോഹിതനാകാൻ പറഞ്ഞു. ഞാൻ പിന്നീട് എൻ്റെ ജീവിതം വെച്ച് നോക്കിയപ്പോൾ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് പോയി. കാര്യം ഒരു പുരോഹിതൻ എത്രയോ വലുതാണ് മനുഷ്യനേക്കാൾ. ആദ്യം ഒരു പുരോഹിതനാകാൻ പഠിഞ്ഞ മനുഷ്യന്മാരെ ഇവിടെ ആവശ്യമുണ്ട് കൂടുതലുണ്ട്. ആദ്യം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ചൈതന്യം അതുപോലെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അർപ്പിതനാണ്. ആദ്യം ഒരു പുരോഹിതനാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യരായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നല്ല പുരോഹിതനായ ഓട്ടോമാറ്റിക് മനുഷ്യനാകാം. ഒരു മനുഷ്യനായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് നിർബന്ധമില്ല. കാര്യം പുരോഹിതൻ്റെ അകത്ത് ഈ സ്വയംദാനം എന്ന സംഭവമുണ്ട്, മനുഷ്യനിൽ സ്വയംദാനമില്ല. അപ്പോൾ ഈ 7 കൊല്ലം പഠിപ്പിച്ചിട്ട് അവസാനം വിട്ടിത്തരവും പറഞ്ഞാണ് ഞങ്ങളെ പുറത്ത് കൈവെപ്പിച്ച് വിട്ടിരിക്കണേ. നമ്മൾ കർത്താവിൻ്റെ പഠനങ്ങളാണ് തെറ്റാണത് ശരിക്കും പറഞ്ഞ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പുരോഹിതനായി കഴിയുമ്പോൾ നമുക്ക് വേറെ മുമ്പും പുറകും പെങ്ങളും ആങ്ങളെയും ആരും ഒക്കെ ഒന്നുമില്ല. ആരാണുള്ളത്? ജനം. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയാണുള്ളത്. പിന്നെ ഉള്ളവർ ആരാണ്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ള ജനങ്ങൾ. ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും നമുക്ക് പാപക്ഷമ നൽകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തെങ്കിൽ ആ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധ്യതയുള്ള ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി അർപ്പിതനായിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എന്താ വിഷയം പറയുന്നത്? ഒരു മനുഷ്യനേക്കാൾ നിലവാരത്തിലുള്ള കാര്യം. ക്രിസ്തു ഒരേ സമയം മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ അവൻ ദൈവമായിരുന്നു. ഇവൻ്റെ ഒരു പകർപ്പായിട്ടാണ് പിന്നീട് പുരോഹിതം വരണത്. അപ്പം ഞാൻ പറയണത് ഞാൻ കേമനാണെന്ന് പറയുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ നമ്മളെ പ്രയോറിറ്റി ഓഫ് സെറ്റിങ്സിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ സഭയിൽ എഴുന്നള്ളിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയണത് ഒരു ദൈവ പൈതലുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത്, ഒരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താ കാര്യം? ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾക്ക് മെച്ചമില്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളെ വീണ്ടും കണ്ടുമുട്ടിരുന്ന് വരും. നിങ്ങൾ നാളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൈസഹായം ചെയ്യണത്. നമ്മൾ അവരെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മളെ സഹായിക്കും. അവർക്ക് വസ്ത്രം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. ഇത് മനുഷ്യത്വം അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ദൈവപ്രകൃതിയുള്ളൊരു മനുഷ്യത്വം വേണ്ടി വരും. ഉടമ്പടി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും, പകരം എന്ത് ചെയ്യും? മാംസളമായ ഹൃദയം നൽകും. എന്തിനു വേണ്ടിയാണ്? ഒരു പുതു ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും. പുതു ചൈതന്യത്തിന് നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പുതു ചൈതന്യം നമ്മൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യം സംജാതമാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹകരണമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവേ ഉടമ്പടി പൊതു പൗരോഹിത്യത്തിലെങ്കിലും വിളിയാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന യേശുനാഥ, ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എവിടെയെല്ലാം കവനന്റ് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ഉടമ്പടിയെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് പുതു ചൈതന്യത്തെക്കുറിച്ചാണ്.
പുതിയ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനെയും ആത്മാവിൻ്റെ ബലങ്ങളെയുമാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കണം. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്, നിങ്ങൾ ഉടമ്പടി എടുത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവവും നിങ്ങൾ തമ്മിൽ ഉടമ്പടിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രഖ്യാപനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരുക, നവചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ ആ നവചൈതന്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഒരു ശരീരത്തിൽ നമുക്ക് ടൈഡൊക്കെ തോന്നാം, പക്ഷേ ആത്മാവിന് സന്തോഷം തോന്നണം. ഉടമ്പടി ഫലിച്ചിട്ടുണ്ടെന്ന് അറിയണം എങ്ങനെയാണ്? ചില ആൾക്കാർ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണമെന്ന് പറയത്തില്ലേ? ചില പറയും മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. അതുപോലെ ഉടമ്പടി പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണത്. ആ തോന്നൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നണം. ഒരുപക്ഷെ ശരീരത്തിന് വേദനയായിരിക്കും തോന്നണത്, ശരീരത്തിന് വേദനയായിരിക്കും, കാശ് നഷ്ടമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ എങ്കിൽ ഉടമ്പടി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ശരീരത്തിന് വേദന, കാശ് നഷ്ടവും ധനനഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ സന്തോഷവും ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ? അങ്ങനെ പറഞ്ഞ് ഉടമ്പടി പിടിച്ചിട്ടില്ല. ദൈവസ്നേഹമല്ല, അത് മനുഷ്യാരൂപിലാണ്, ജഡാരൂപിലാണ് ചെയ്തിരിക്കുന്നത്. ജഡാരൂപിൽ നിങ്ങൾക്ക് ഉടമ്പടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ പ്രശ്നം? ദൈവാരൂപി ചെയ്യണമെങ്കിൽ സന്തോഷമുണ്ടാകും. അത് ഒരു 10 പേരെ രോഗികളെ കാണാൻ പോയാലും 10 പേരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും 10 പത്രം 10 സ്ഥലങ്ങളിൽ കൊടുത്താലും വേണമെങ്കിൽ നിങ്ങൾക്ക് 10 പത്രം അടുത്തടുത്ത് കൊടുക്കാൻ പറ്റും. ചിലർ പറയും, അപ്പോൾ ചില വീട്ടിൽ പത്രം കൊടുക്കാൻ ചിലപ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ല, ഒന്നുകൂടി ഇരിക്കണം എന്ന് പറയും. ഇങ്ങനത്തെ അലവലാദികളുണ്ട്, ഭയങ്കര അലവലാദികൾ. ചിലരെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഉടമ്പടി പിടിച്ചിട്ടില്ലെന്ന് അറിയാൻ പറ്റും. അതായത് പല വീടുകളിൽ പത്രം കൊണ്ടുണ്ടാക്കിയില്ല, അപ്പോൾ അതിൽ പല ആൾക്കാരുണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഒരു വീട്ടിൽ പത്രം കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇതല്ലേ, ഇതിവിടെ കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ, വണ്ണം കൂടി ഇരിക്കട്ടെ. എന്ത്? അവർക്ക് പോകാൻ കഴിയില്ല. അളിഞ്ഞ മോന്ത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുകയാണ് അവർ ഈ വിഷയം. ഇവർ ഉടമ്പടി പിടിച്ചിട്ടില്ല, ജന്മത്തെ പിടിക്കത്തില്ല. നിങ്ങൾ ഇവിടെ കൊടുത്ത ആ പത്രത്തിൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഈ ജില്ല വിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കിത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. അത് മര്യാദക്ക് ഓരോ ക്ലാസ്സുകളും കേട്ടിട്ട് എങ്ങനെയാണ് ദൈവസ്നേഹം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം. എന്താ കാര്യം ചെയ്ത് നമുക്ക് സന്തോഷം തോന്നണം. നമുക്ക് ശാരീരിക വേദന ഉണ്ടാകും, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ഉടമ്പടി പിടിച്ച് നിർത്താം. കർത്താവ് എന്താ പറയുന്നത്? ഗർഭിണിയെ പോലെയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഗർഭിണിയെ പോലെ എന്നാണ് പറഞ്ഞാൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവ പൈതൽ ആര്? ഇപ്പം ന്യായസ്ഥാനപ്പെട്ട ക്രിസ്ത്യാനി എന്നല്ല ഞാൻ പറയണത്. ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളെല്ലാം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്ത്യൻസാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവന് നിത്യരക്ഷ കിട്ടും. എക്സ്ട്രാ ആയിട്ട് കിട്ടണത് എന്താണ്? നീ ഒരു ക്രിസ്ത്യനാകുമ്പോൾ നിനക്ക് എക്സ്ട്രാ കിട്ടണത് എന്താണ്? നിത്യതയാണ്. കാര്യം എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ കൂടെ ക്രിസ്തുവിനോട് മരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും. കാര്യം ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മൾ ലോകത്തിന് മരിക്കണത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ആ ഒരൊറ്റ വാക്കാണ് കൂടുതലുള്ളത്. മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഇന്നത്തുള്ളത് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംഭവം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരും പറയാത്തത് കൊണ്ട്, ക്രിസ്തു മാത്രം പറഞ്ഞത് കൊണ്ട് നിന്റെ നിത്യജീവിതത്തിൻ്റെ പേറ്റന്റ് ക്രിസ്തുവിനെ ഉയർത്താനുള്ളത്. കൈയടിച്ച് കർത്താവ് നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി.
കീടുന്ന എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. Praise the Lord. അതായത് ഒരു വ്യക്തി അവളിൽ തന്നെ ജനിച്ചുകൊണ്ടിരിക്കാം. പുതിയ ജന്മങ്ങളിലേക്ക് അവൻ ജീവിച്ചിരിക്കെ തന്നെ പുതിയ ജന്മങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കാം. ഇത് സുവിശേഷത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയയാണ്. അതാണ് ഈ ഗർഭിണി എന്ന് പറഞ്ഞല്ലേ. എന്താ ഈശോ പറഞ്ഞു? 16:21 എടുത്തേ. യോഹന്നാൻ 16:21 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 16:21. യോഹന്നാൻ 16:21. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. ഓക്കെ. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ സന്തോഷമുണ്ട്, വേദനയുണ്ട്, ഇല്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രത്യേക ഗുണമാണ്. അതായത് നമ്മൾക്ക് ശാരീരികം, ഇപ്പോൾ ഒരു സ്ഥലത്ത് നടന്നു പോയി നമ്മൾ പത്രം കൊടുക്കണം, ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണണം, ഇല്ലേ? അപ്പോൾ കയ്യിൽ നിന്ന് ചിലപ്പോൾ കയ്യിലുള്ള കാശും ബസ് കാശും ഒഴിച്ച് ബാക്കിയുള്ള അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ശാരീരിക നഷ്ടമാണ്. പക്ഷേ ആ സമയം തന്നെ നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നണം. സന്തോഷം തോന്നാത്ത ആൾക്കാരുണ്ട്. അവർ ചെയ്യണത് ടെക്നിക്കലായിട്ടുള്ള ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനം അല്ല അത്. അതായത് ഗർഭിണികളെ പോലെയാണ്. ഗർഭിണികൾക്ക് എന്താ സംഭവിക്കണത്? അവർ പ്രസവിക്കുമ്പോൾ അവർക്ക് ആ പ്രസവ വേദന ഉണ്ട്, പക്ഷേ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കർത്താവ് ഒറ്റ സെമിലിയാണ് ഉപയോഗിച്ചിരിക്കണത്. അത് തന്നെ നമുക്കുള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമോ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ ചെയ്യുന്ന ജോലി ക്രിസ്തുവിന് വേണ്ടിയുള്ളതല്ല, നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് വിവേചിച്ച് മനസ്സിലാക്കണം. മനസ്സിലായി? ഇത് പെട്ടെന്നൊന്ന് നമ്മളൊരു ഓപ്ഷൻ മാറിക്കിടക്കണമെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഈ ഉടമ്പടി പലപ്പോഴും സെൽഫ് ഓപ്ഷനിൽ കിടക്കുകയാണേ. എന്നുവെച്ചാൽ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ PR അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല, ഈ ആഴ്ച ഓഫർ ലെറ്റർ വന്നില്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ നീ മോന്തം കയറ്റി ഉടമ്പടിയിൽ ഉഴപ്പ് നിൽക്കണമെങ്കിൽ നിൻ്റെ ജോലി നിൻ്റെ വയറ്റിപ്പിഴപ്പായിട്ട് ദൈവത്തെ നീ ദുരുപയോഗിക്കുകയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈജു എന്നും പറഞ്ഞ് എറണാകുളം സൈഡിൽ നിന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു, കോതാട്. ആ സാക്ഷി നല്ല രസമാണ്. പുള്ളിക്കാരൻ ഒരു ഓഫ് ഷോർ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓഫ് ഷോർ റിഗ് എന്ന് പറയുന്നത് എണ്ണ ഖനനം ചെയ്തിരിക്കണ കടലിലെ എണ്ണക്കനിയാണ്. അതിലേക്ക് ബോട്ടിലും കപ്പലിലൊക്കെ പോകും. അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മാസം വർക്ക് ചെയ്യാം, പിന്നെ വീട്ടിൽ ഒരു മാസം നിൽക്കാം. കാര്യം അതെല്ലാം അപകട മേഖലയായത് കാരണം ഇങ്ങനെ ഒറ്റയടിക്ക് ജോലി കൊടുക്കത്തില്ല. റെസ്റ്റ് എടുത്താണ് ജോലി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാർക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ കൈ രണ്ടും തളർന്നു പോയി. അത് കാൽഷിഫിക്കേഷൻ എന്ന് പറഞ്ഞ രോഗമാണ്. അസ്ഥികളിലൊക്കെ ഇങ്ങനെ എല്ല് വളർന്ന് കൂടും. അങ്ങനെ കൈ ജോയിൻസിൽ എല്ല് തന്നെ വളർന്ന് കൂടിയിരിക്കണ കാരണം കൈ പൊക്കാൻ പറ്റുന്നില്ല. കൈ ഇങ്ങനെ ഇടിച്ച് എല്ലി കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ് 2-3 ആശുപത്രി ആയുർവേദം ഇംഗ്ലീഷൊക്കെ മരുന്ന് കാണിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. പുള്ളിയുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അലോപ്പതി ചെന്നപ്പോഴേ സ്കാൻ ചെയ്ത് MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കാൽസിഫിക്കേഷനാണ്, കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യണം, 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെങ്കിലും ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇയാൾ മെക്കാനിക്കാണ്. അപ്പോൾ പല സംഭവങ്ങളും എടുത്ത് പൊക്കേണ്ടി വരും. അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 6 മാസത്തെ റെസ്റ്റ് ആകുമ്പോൾ ജോലി പോവുകയും ചെയ്യും. അതാണ് എൻ്റെ ആപ്പാടെ പുള്ളിക്ക് പ്രശ്നമായി. വേദനയാണെങ്കിൽ സഹിക്കാൻ പാടില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ഇയാൾക്ക് വിശ്വാസം ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ട്. ഇങ്ങനെയുള്ള ഉടമ്പടി വിശ്വാസം, മാധ്യസ്ഥ വിശ്വാസമൊന്നുമില്ല. പുള്ളി പറയുന്നുണ്ട്. സാക്ഷ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. സാക്ഷ്യം പുള്ളിയും ധരിച്ചു വെച്ചിരിക്കണത്, സാക്ഷ്യം എന്ന് പറയുന്നത് ഒത്തിരി അതിഭാവുകത്വം ഉണ്ടാകുന്നതാണ്. ഇല്ല 10 അനുഭവം ഉണ്ടെങ്കിൽ 100 പറയണതാണെന്നാണ് വിചാരിച്ചത്. അത് പുള്ളി അത് കേൾക്കത്തില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ ഓപ്പറേഷൻ ചെയ്താലും ജോലി പോകും, ചെയ്തില്ലേ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അഴുകാൻ തുടങ്ങി.
ഇങ്ങനെ കൈ പൊക്കാൻ പാടില്ലാതെ കൈ ഇങ്ങനെ ഇങ്ങനെ കക്ഷത്ത് കിടന്ന് കക്ഷം അഴുകാൻ തുടങ്ങി. അപ്പോൾ വല്ലാത്തൊരു വിഷയത്തിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ ഡോക്ടർ 3 ആഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറയണത്. അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് നാളെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത്രയും മതിയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവിടെ മേശപ്പുറത്ത് കൊന്ത ഇരിപ്പുണ്ട്. പുള്ളി കൊന്ത കയറി പിടിച്ചപ്പോൾ പുള്ളി മനസ്സിരിക്കണ ഇതാണ്, ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ വേദന കുറയും. മാതാവ് സത്യമാണെങ്കിൽ, കാര്യം മാതാവ് സത്യമല്ലെന്ന് പറയണ ഒരു സഭാവിഭാഗം കേരളത്തിൽ എന്തുമാത്രം ഉണ്ട് ഇല്ലേ? അതാണ് ആ പുള്ളി പറഞ്ഞു, മാതാവ് മധ്യസ്ഥതയിൽ പുള്ളി വിശ്വസിക്കണില്ല. അപ്പോൾ ഈ ജീവിക്കാൻ പറ്റാതെ പുള്ളി കൊന്തയെ പിടിച്ച പുള്ളി മനസ്സിൽ പറഞ്ഞ മാതാവെന്ന് പറഞ്ഞ ആൾ സത്യമാണെങ്കിൽ എൻ്റെ വേദന രാത്രി കുറയും. അയാൾ പറഞ്ഞു വായി നാക്കിയിട്ടില്ല, 5 മിനിറ്റുള്ളിൽ വേദന കുറഞ്ഞ്. അപ്പോഴുടനെ പുള്ളിക്ക് മനസ്സിലായി മാതാവ് സത്യമാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ പിറ്റേ ദിവസം വന്ന് ഉടമ്പടി എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ ഉടമ്പടി തൈലം കൂടി ചേർത്ത് ഈ 2 ഭുജത്തും പെരട്ടി കഴിഞ്ഞ് പുള്ളി പിറ്റേ ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കൈ അങ്ങോട്ട് പൊങ്ങി. കൈ പൊങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞിരിക്കണത്, ഡോക്ടറിൻ്റെ അടുത്ത് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഡോക്ടറാണ്, ഇത് അത്ഭുതമായിരിക്കണമല്ല എന്ന് പറഞ്ഞ്. എന്താണ് കാര്യം, എങ്ങനെ പൊങ്ങിയെന്ന് പുള്ളി ഡോക്ടറോട് പറഞ്ഞില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്, വെയിറ്റൊന്നും എടുക്കരുതെന്ന് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ 1 മാസം കഴിഞ്ഞപ്പോൾ വർക്കിന് പോയി. അയാൾ പറയണത്, ഞാനിപ്പോൾ 25 കിലോ ഒക്കെ എടുത്ത് പൊക്കണുണ്ടെന്നാണ് പറയണത്. അതെന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ വിശ്വാസം തന്നെ വരെ കണ്ടില്ലേ, അയാൾക്ക് 0 ഫെയ്ത്താണ്. ബേസിക് ഫെയ്ത്ത് ഉണ്ട്, മാതാവിൽ പ്രത്യേകിച്ച് മാധ്യസ്ഥതയിൽ വിശ്വാസമില്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായി അല്ലേ? ഈ കാര്യം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കൊന്തക്കയറി പിടിച്ചപ്പോൾ അയാൾ പറയും, എൻ്റെ കൊന്ത എൻ്റെ ജന്മത്തിൽ ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ലെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ കൊന്ത കഴുത്തിട്ടുണ്ട് നടക്കുകയാണ്. അതായത് ആ മനുഷ്യൻ പറയണത് ഇതിൽ നിങ്ങൾ സാക്ഷി കിടപ്പുണ്ട്, നോക്കിയാൽ മതി, ഇന്നിടുന്നുണ്ട് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് അങ്ങനെ പോവുകയാണ്. ദൈവം നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ മാതാവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ പറയും, എൻ്റെ സഭാധികാരി തന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇത് മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയും. ചില അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന്. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനെ പ്രൊമോട്ട് ചെയ്യല്ല, മാതാവിനെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ദൈവം പ്രൊമോട്ട് ചെയ്തോളും. അവർ ദൈവം പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ യേശുവിൻ്റെ അമ്മയായി വന്നിരിക്കുന്നത്, അല്ലാതെ മനുഷ്യന്മാർ പ്രൊമോട്ട് ചെയ്തിട്ടല്ല. പ്രശ്നം അതല്ല വിഷയം വരാൻ പോണത്. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ട ഒരു കഥയുമില്ല അതിൻ്റെ അകത്ത്. എന്താ വിഷയം, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ചക്കാലൊക്കെ പിതാവ് അൾത്താരെ വന്നപ്പോൾ, അത്തങ്ക അൾത്താരെ കൃപായെല്ലാം വന്നപ്പോൾ അമ്മ എന്താ, ഞാൻ കൃപാസനം മാതാവിൻ്റെ സ്വരം കേട്ടു. അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് പകരം അമ്മ പറഞ്ഞില്ല, കർത്താവാണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അമ്മയല്ലേ പറഞ്ഞത്. അപ്പം മരിയൻ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വിധം ദൈവ പദ്ധതിയിലുള്ളതാണ് അമ്മ. നമ്മളുടെ മാധ്യസ്ഥമായിട്ടും മാതൃകയായിട്ടും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എങ്ങനെ ഇരിക്കും, അയാളുടെ ജീവിതം അത് പ്രായോഗികമാണോ, ഈ ലോകത്തോട് ക്രിസ്തീയ ജീവിതം പ്രായോഗികമാണെന്ന് പറഞ്ഞ ആദ്യത്തെയും ഏറ്റവും സമ്പൂർണ്ണമായ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ എന്ന് പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യണം മരിയൻ ഡിവോഷൻ അല്ല. കറക്റ്റ് കർത്താവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് മാതാവിലൂടെ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ തന്നെ കയറി പിടിക്കണം. എന്താണ്, കൊന്തക്കയറി പിടിച്ചിട്ട് പറയുന്നത് എന്താണ്, മാതാവ് സത്യമാണെങ്കിൽ ഇപ്പം എൻ്റെ വേദന കുറയും. അപ്പോഴെന്താണ് ദൈവം പറഞ്ഞത്, മാതാവ് സത്യമാണ്, ഇനി നീ കാണാൻ പോണ പൂരം വേറെയാണെന്ന് പറയും. സെക്കൻഡുകൾക്കുള്ളല്ലേ ജീവിതം ജോലി പോകുമെന്ന് പറഞ്ഞ ആൾ, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആൾ, 6 മാസം കഴിഞ്ഞാലും വെയിറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആൾ പുഷ്പം പോലെ വേലയെടുത്ത് നടക്കണം. എന്താണ്, ദൈവം അമ്മയെ മഹത്വപ്പെടുത്തുന്നോ? ആർക്ക് വേണ്ടി? ക്രിസ്തുവിനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി. ഇവിടെ നടക്കുന്നത് മരിയൻ ഡിവോഷൻ അല്ല, പിന്നെന്താ നടക്കുന്നത്, മരിയൻ ലൈഫ് സ്റ്റൈലാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ. അതെന്താണ്, മരിയൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് മാതാവിൻ്റെ ജീവിത രീതി നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം
ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മരിയൻ മധ്യസ്ഥതയിലെ ദൈവരാജ്യത്തിലെ ആയിരിക്കുന്ന വലിയൊരു അവസ്ഥയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവപിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് ലോകത്ത് ഉടമ്പടി വന്നെങ്കിൽ ആ ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യർക്കും എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റുന്ന അന്ത്യകാലത്തെ ദൈവിക പദ്ധതിയായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതും. അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചിട്ടുണ്ട്. നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചുകൊണ്ട് സമയത്തിൻ്റെ സമാപ്തിയിലേക്ക് പ്രവേശിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ ഇനി ദുരന്തകത്തിൻ്റെ കാലങ്ങളുണ്ടാകും, പതറരുത്, പ്രാർത്ഥനയാണ് മെച്ചമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയാണ് നമ്മുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മാലാഖമാരോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാധ്യസ്ഥ വഹിച്ചപ്പോഴേ ഈ കാലഘട്ടങ്ങളിലെ ലൂർദിലായാലും ഫാത്തിമയിലും കൃപാസനത്തിലായാലും എവിടെയായാലും അമ്മയിലൂടെ ദൈവം തൻ്റെ ദൗത്യത്തെ ലോകത്തിൻ്റെ അവസാനം വരെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായി തുറന്നുകൊണ്ടുപോയിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ദൈവം നമ്മളെ മാറ്റിയത് കൈയടിച്ച് കൊണ്ട് അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. വാഗ്ദാനം പേടകമേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ. എല്ലാവരും എഴുന്നേൽക്കുക, കുറച്ചു നേരം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. യേശുവേ ഞങ്ങളെ മരിയൻ പോരാളികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മരിയൻ ആധ്യാത്മികതയെ പൂർണ്ണമായി പിൻചൊല്ലുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശക്തമായി കരടിച്ച് ശ്രമയർത്തിച്ച് ദൈവസ്നേഹത്തോടെ നമുക്ക് ചേർന്ന് പാടാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. ശക്തിയോടെ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ.
കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ മരിയനോട് കൂടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വിവിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ഈ അൾത്താറിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ. ഞങ്ങളിൽ ദൈവ സ്നേഹം നിറയണമേ. ഹല്ലേലൂയ. പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാകണമേ. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും മരിയന്റെ ആധ്യാത്മികത പിന്തുടരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയം സ്തുതിക്കുകയോ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലുകയോ ചെയ്യണം. ഒന്ന് രണ്ട് സ്ഥലത്ത് രോഗമുണ്ടെങ്കിൽ കൈകൾ മാറ്റി മാറ്റി വെക്കാവുന്നതാണ് പ്രാർത്ഥനാ സമയം. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, 5 മിനിറ്റ് നേരം. അപ്പോൾ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഓരോ മകൻ്റെ മേലും കർത്താവേ, ഒരു മകളുടെ മേലും കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നാമം മഹത്വപ്പെടുവാൻ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹരിയിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഹരിയിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ
പ്രിയപ്പെട്ടവരുടെ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും അത് മാറുന്നതിന് വേണ്ടിയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വീട് ജപ്തിയായി പോകാൻ പോകുന്നവർ, സ്ഥലം ജപ്തിയായി പോകാൻ പോകുന്നവർ, വിദേശ ജോലിക്ക് തടസ്സമുള്ളവർ, PR കിട്ടാത്തവർ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക ബാധ്യത മൂലം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പുതിയ ഇൻ്റർവ്യൂവും ടെസ്റ്റും കാത്തിരിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിശ്വാസമില്ലാത്ത കുറഞ്ഞ കുടുംബങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുള്ളവർ, പലതരത്തിലും മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇടിമുഴക്കുമ്പോൾ ശ്രുതികട്ടെ. ഹല്ലേലൂയ, Hallelujah, hallelujah. Lord Jesus Christ, pour out His Spirit, a touch with your fire finger, soak with the precious blood, the authority of the Catholic Church, with the power of Jesus Christ, with the merit of the Holy Priesthood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. യേശുവേ ആരാധന. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക. അവന് പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങളെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളിൽ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെ ഈശോയ്ക്ക് സമർപ്പിക്കുക.